ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദ സൈബർ സ്പേസ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എസ്തർ ഡൈസൺ എന്ന് പറയുന്നൊരു ഓഥർ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ദി സൈബർ സ്പേസ്. സംതിങ് ഇൻ ദ മോഡേൺ സൈക്കി ലവ്സ് ന്യൂ ഫ്രോണ്ടിയേഴ്സ്. മോഡേൺ സൈക്കി മീനിങ് മോഡേൺ മൈൻഡ്. ന്യൂ ഫ്രോണ്ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറീസ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ മോഡേൺ മൈൻഡിൽ എന്തോ ഒന്നിന് പുതിയ ബൗണ്ടറീസ് ഇഷ്ടമാണ്, പുതിയ അതിരുകളെ ഇഷ്ടമാണ്. വി ഹാങ്കർ ആഫ്റ്റർ വൈഡ് ഓപ്പൺ സ്പേസസ്. വി ഹാങ്കർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈഡ് ഓപ്പൺ സ്പേസസിനെ ഭയങ്കര ഇഷ്ടമാണ്. വി ലൈക്ക് ടു എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് നല്ല ഇഷ്ടമാണ്. വി ലൈക്ക് ടു മേക്ക് റൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദം. റൂൾസ് ഉണ്ടാക്കുന്നതിലാണ് നമുക്ക് താല്പര്യം, റൂൾസ് ഫോളോ ചെയ്യുന്നതിനേക്കാൾ. However, is there a place where you can go and be yourself without worrying about the neighbors? നിങ്ങൾക്ക് പോയി ഒരു നിങ്ങളായി തന്നെ ഇരിക്കാനായിട്ട്, അതായത് വേറെ നെയ്ബേഴ്സിനെ പറ്റിയൊന്നും വറീഡ് ആവാതെ നിങ്ങൾക്ക് പോയി നിങ്ങളായിട്ടിരിക്കാൻ പറ്റിയ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? യെസ്, ദർ ഇസ് സച്ച് എ പ്ലേസ്. ഉണ്ട്, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. സൈബർ സ്പേസ് ആണ് ആ ഒരു സ്ഥലം. ഫോർമർലി എ പ്ലേ ഗ്രൗണ്ട് ഫോർ കമ്പ്യൂട്ടർ നെർഡ്സ് ആൻഡ് ടെക്കീസ്. ആദ്യമൊക്കെ സൈബർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നെർഡ്സിനും കമ്പ്യൂട്ടർ ടെക്കീസിനും, അതായത് കമ്പ്യൂട്ടർ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. സൈബർ സ്പേസ് നൗ എംബ്രേസസ് എവ്രി കൺസീവബിൾ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻക്ലൂഡിങ് സ്കൂൾ ചിൽഡ്രൻ. ഇന്ന് സൈബർ സ്പേസിലെ എല്ലാ കൺസീവബിൾ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള, കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ കൈൻഡ്സ് ഓഫ് പീപ്പിൾ എല്ലാം ഉണ്ട്, ഇൻക്ലൂഡിങ് സ്കൂൾ ചിൽഡ്രൻ പോലും ഇന്ന് സൈബർ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻ ദേ ഓൾ ഗെറ്റ് അലോങ് അമിക്കബിളി ഇൻ ദ സൈബർ വേൾഡ്? സൈബർ വേൾഡിൽ ഇവർക്ക് എല്ലാവർക്കും അമിക്കബിളി മീനിങ് ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുമോ? ഓർ വിൽ അവർ ഫിയർ ഓഫ് കിഡ്സ് മിസ്യൂസിങ് ദ സൈബർ സ്പേസ് പ്രൊവോക്ക് എ ക്രാക്ക് ഡൗൺ? അതോ നമ്മൾക്ക് കുട്ടികൾ സൈബർ സ്പേസ് മിസ്യൂസ് ചെയ്യും എന്നൊരു പേടി ഒക്കെ ഉണ്ടാവുമോ എപ്പോഴും? The first order of business is to grasp what cyberspace is. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സൈബർ സ്പേസ് എന്ന് മനസ്സിലാക്കുക. ഇറ്റ് മൈറ്റ് ഹെൽപ്പ് ടു ലീവ് ബിഹൈൻഡ് മെറ്റഫേഴ്സ് ഓഫ് ഹൈവേഴ്സ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ് ആൻഡ് ടു തിങ്ക് ഇൻസ്റ്റെഡ് ഓഫ് റിയൽ എസ്റ്റേറ്റ്. അങ്ങനെ നമ്മൾ സൈബർ സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ള സൈബർ സ്പേസ് ഒരു ഹൈവേ പോലെയാണ്, ഫ്രോണ്ടിയേഴ്സ് ആണ് എന്നൊക്കെ വിചാരങ്ങൾ മാറ്റിവെക്കാൻ പറ്റും. പകരം സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റ് പോലെയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റും. Real estate, remember, is an intellectual, legal, artificial environment constructed on top of land. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, ലീഗൽ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ എൻവയൺമെൻ്റ് ആണ്. ലാൻഡിൻ്റെ മുകളിൽ കൺസ്ട്രക്ട് ചെയ്താണ്. ഇറ്റ് റെക്കഗ്നൈസസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാർക്ക് ലാൻഡ് ആൻഡ് ഷോപ്പിംഗ് മാൾ. അതായത് അവിടെ നമുക്ക് പാർക്ക് ലാൻഡ് ഏതാണ്, ഷോപ്പിംഗ് മാൾ ഏതാണ്, ബിറ്റ്വീൻ റെഡ് ലൈറ്റ് സോൺ ആൻഡ് സ്കൂൾ ഡിസ്ട്രിക്ട്, റെഡ് ലൈറ്റ് സോൺ ഏതാണ്, അതേപോലെ സ്കൂൾ ഡിസ്ട്രിക്റ്റ് ഏതാണ്, ബിറ്റ്വീൻ ചേർച്ച്, സ്റ്റേറ്റ് ആൻഡ് ഡ്രഗ് സ്റ്റോർ, ചേർച്ച് ഏതാണ്, ഡ്രഗ് സ്റ്റോർ ഏതാണ്, ഇതെല്ലാം നമുക്ക് ഡിഫറൻസസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ആണ് ഈ പറയുന്ന സൈബർ സ്പേസ്. ഇൻ ദ സെയിം വേ യു കുഡ് തിങ്ക് ഓഫ് സൈബർ സ്പേസ് ആസ് എ ജയൻറ്റ് ആൻഡ് അൺബൗണ്ടഡ് വേൾഡ് ഓഫ് വിർച്വൽ റിയൽ എസ്റ്റേറ്റ്. അതായത് സൈബർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജയൻറ്റ് മീനിങ് വലിയൊരു, അൺബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലിമിറ്റേഷൻസ് ഇല്ലാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ഓഫ് വെർച്വൽ റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു വെർച്വൽ ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ആട്ടോ. ശരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളില്ല, ഇതെല്ലാം വെർച്വലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് കാണാനായിട്ട് സാധിക്കും. സം പ്രോപ്പർട്ടി ഈസ് പ്രൈവറ്റ്ലി ഓൺഡ് ആൻഡ് റെൻറ്റഡ് ഔട്ട്. ഇതിൽ ചില പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ളതാണ്. ആൻഡ് റെൻറ്റഡ് ഔട്ട്, എന്നിട്ട് അവരത് റെൻറ്റിന് കൊടുത്തേക്കുന്ന പോലെയാണ്. അത് പ്രോപ്പർട്ടി ഈസ് കോമൺ ലാൻഡ്. ചിലതെന്ന് പറഞ്ഞാൽ കോമൺ ലാൻഡാണ്, പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റും. സം പ്ലേസസ് ആർ സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ, ചില സ്ഥലങ്ങൾ കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ആൻഡ് അതേഴ്സ് ആർ ബെസ്റ്റ് അവോയ്ഡഡ് ബൈ ഓൾ ബട്ട് ദി ഓർഡർ സിറ്റിസൻസ്. ചില സ്ഥലങ്ങൾ എല്ലാവരും അവോയ്ഡ് ചെയ്യും, ചില പ്രത്യേക സ്വഭാവമുള്ള ആളുകൾ മാത്രം യൂസ് ചെയ്യും. Unfortunately, it is those places that are now capturing the popular imagination. നിർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് പോപ്പുലർ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യുന്നത്. അതായത്
ദേ മേക്ക് സൈബർ സ്പേസ് സൗണ്ട് ലൈക്ക് എ നാസ്റ്റി പ്ലേസ്. സൈബർ സ്പേസ് ഒരു ചീത്ത സ്ഥലം, ബാഡ് സ്ഥലമാണ് എന്നൊരു എന്താ പറയുക, ഒരു അങ്ങനെ തോന്നിക്കുന്നത്. ഗുഡ് സിറ്റിസൻസ് ജംപ് ടു എ കൺക്ലൂഷൻ, ബെറ്റർ റെഗുലേറ്റഡ്. അപ്പോൾ ആളുകൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി, സൈബർ സ്പേസിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. യൂസിങ് censorship to counter and silence cyberspace fundamentally misinterprets the nature of cyberspace. ഈ സെൻസർഷിപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സൈബർ സ്പേസ് ചീത്തയാണ് എന്നൊരു ചിന്ത നമ്മൾക്കുണ്ട്. സൈബർ സ്പേസ് ഇസ് നോട്ട് എ ഫ്രോണ്ടിയർ വെയർ വിക്കറ്റ് പീപ്പിൾ ക്യാൻ ഗ്രാബ് അൺസസ്പെക്റ്റിംഗ് ചിൽഡ്രൻ. അതായത് സൈബർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്കറ്റ് പീപ്പിൾ, ബാഡ് പീപ്പിളിന് അൺസസ്പെക്റ്റിംഗ്, ഡൗട്ട്സ് ഒന്നും ഇല്ലാത്ത കുട്ടികളെ എന്താ പറയുക, ഗ്രാബ് ചെയ്യാൻ, വീഴ്ത്തി കൊണ്ടുവരാൻ പറ്റിയൊരു സ്ഥലമാണ്, ട്രാപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലമൊന്നും അല്ല ആക്ച്വലി ഇത്. നോർ ഇസ് ഇറ്റ് എ ജയൻറ്റ് ടി വി സിസ്റ്റം ദറ്റ് ക്യാൻ ബീം ഒഫൻസീവ് മെസ്സേജസ് അറ്റ് അൺവില്ലിംഗ് വ്യൂവേഴ്സ്. അതുമാത്രമല്ല, സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ടി വി സിസ്റ്റം. അതിൽ ഒഫൻസീവ് മെസ്സേജസ്, ചീത്ത മെസ്സേജസ് ആവശ്യമില്ല, അത് വില്ലിങ് അല്ലാത്ത, താല്പര്യമില്ലാത്ത വ്യൂവേഴ്സിലേക്ക് അയക്കുന്ന ഒരു സിസ്റ്റമും അല്ല. In the sky of real estate, users have to choose where they visit, what they see, what they do. ഈ ഒരു ടൈപ്പ് ഓഫ് റിയൽ എസ്റ്റേറ്റിൽ ആളുകൾക്ക് തീരുമാനിക്കാം അവരെവിടെ വിസിറ്റ് ചെയ്യണം, എന്ത് കാണണം, എന്ത് ചെയ്യണം. ഇറ്റ് ഈസ് ഓപ്ഷണൽ ആൻഡ് ഇറ്റ്സ് മച്ച് ഈസിയർ ടു ബൈപാസ് എ പ്ലേസ് ഓൺ ദ നെറ്റ് ദാൻ ഇറ്റ് ഈസ് ടു അവോയ്ഡ് വാക്കിംഗ് പാസ്റ്റ് ആൻ അൺസേവറി ബ്ലോക്ക് ഓഫ് സ്റ്റോർസ് ഓൺ ദ വേ ടു ഹോം. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോണ വഴി തെറ്റായ ഒരു രീതിയിലുള്ളൊരു ചിത്രം നോക്കാണ്ട് കടന്നു പോണേക്കാൾ എളുപ്പം എന്താണ്, നമുക്ക് ഇങ്ങനെ ഇൻ്റർനെറ്റിൽ നമുക്ക് വേണ്ടാത്ത സ്ഥലങ്ങൾ നോക്കാണ്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോണ വഴിക്ക് ബാഡ് പിക്ചേഴ്സ് ഉണ്ട്, നമുക്കത് നോക്കാതെ പോകാനൊരു ചാൻസ് ഉണ്ട്. സോ അതിനേക്കാൾ ഈസിലി നമുക്ക് സൈബർ സ്പേസിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ നോക്കാതെ പോകാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. Put plainly, cyberspace is a voluntary destination. In reality, many destinations. അപ്പോൾ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു വോളണ്ടറി ഡെസ്റ്റിനേഷനാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, അങ്ങനത്തെ ഒരു ഡെസ്റ്റിനേഷനാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. യു ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് ഓൺ ടു ദ നെറ്റ്, യു ഹാവ് ടു ഗോ സം പ്ലേസ് ഇൻ പെർട്ടിക്കുലർ. നമ്മൾ ചുമ്മാ വേഗം നെറ്റിലേക്ക് അങ്ങോട്ട് കയറുന്നതല്ലല്ലോ, നമ്മൾക്ക് തീരുമാനിക്കാം ഇതിൽ എവിടെ പോകണം, പെർട്ടിക്കുലറായിട്ട് ഏത് സ്ഥലം വിസിറ്റ് ചെയ്യണം എന്ന്. ദാറ്റ് മീൻസ് ദാറ്റ് പീപ്പിൾ ക്യാൻ ചൂസ് വെയർ ടു ഗോ ആൻഡ് വാട്ട് ടു സീ. അതിൻ്റെ മീനിങ് ഓൾറെഡി പറഞ്ഞതാണ്, ആളുകൾക്ക് തീരുമാനിക്കാം എവിടെ പോകണം, എന്ത് കാണണം എന്നൊക്കെ. യെസ്, കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി എൻഫോഴ്സ്ഡ്, ബട്ട് ദോസ് സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി സെറ്റ് ബൈ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീസ് ദംസെൽസ്. അതായത് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ്, കുറച്ച് പൊതുവായിട്ടുള്ള കുറച്ച് റൂൾസൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഈ ഒരു റൂൾസ് തീരുമാനിക്കുന്നത് സൈബർ സ്പേസിൻ്റെ ആളുകൾ തന്നെ ആണ്. What we need is not control from outside over these electronic communities. We need self-rule. നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ളൊരു കൺട്രോൾ അല്ല, നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യണം. സെൽഫ് റൂളാണ് വേണ്ടത്. What makes cyberspace so alluring is precisely the way in which it's different from shopping malls, television, highways and other terrestrial jurisdiction. അപ്പോൾ സൈബർ സ്പേസിനെ ഭയങ്കര അട്രാക്റ്റീവ് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഷോപ്പിംഗ് മാൾസിൽ നിന്ന് ഡിഫറെൻറ്റ്, ടി വി, ഹൈവേസ്, വേറെ ടെറസ്ട്രിയൽ ജുറിസ്ഡിക്ഷൻസിൽ നിന്നൊക്കെ ഇത് എങ്ങനെയാണ് ഡിഫറെൻറ്റ് എന്ന് പറയാം. ബട്ട് ലെറ്റ്സ് ഡിഫൈൻ ദ ടെറിട്ടറി. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടെറിട്ടറി എന്നൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ഫസ്റ്റ്, ദർ ആർ പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻസ്. ആദ്യമേ തന്നെ പറയാണ് പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻസ് ഉണ്ട്. അക്കിൻ ടു ദ മീനിങ് സിമിലർ, സെയിം എന്നുള്ള മീനിങ് ആണ്. ടു കോൺവെർസേഷൻസ് യു ഹാവ് ഓവർ ടെലിഫോൺ ഓർ വോയിസ് മെയിൽ. ടെലിഫോൺ വഴി അല്ലെങ്കിൽ വോയിസ് മെയിലായിട്ട് നമ്മൾ പ്രൈവറ്റ് കോൺവെർസേഷൻ ചെയ്യുന്ന പോലെയാണ് പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻസും. ദീസ് ആർ പ്രൈവറ്റ് ആൻഡ് കോൺസെൻഷ്വൽ ആൻഡ് റിക്വയർ നോ റെഗുലേഷൻ അറ്റ് ഓൾ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ റെഗുലേഷൻസ് ഒന്നും തന്നെ ഇല്ല, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണത്. സെക്കൻഡ്, ദർ ആർ ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സർവീസസ്. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇൻഫർമേഷൻസും ഉണ്ട്, അതേപോലെ എൻ്റർടൈൻമെൻറ്റും ഉള്ള കാര്യങ്ങളുണ്ട്. വെർ പീപ്പിൾ ക്യാൻ ഡൗൺലോഡ് എനിത്തിങ് ഫ്രം ലീഗൽ ടെക്സ്റ്റ്. അതിൽ നിന്ന് ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, എന്ത് കാര്യം ലീഗലി ഡൗൺലോഡ് ചെയ്യാം. എ ലിസ്റ്റ് ഓഫ് ഗ്രേറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ്സ് ടു ഗെയിം സോഫ്റ്റ്വെയർ ഓർ ഇൻട്രസ്റ്റിംഗ് പ്രസൻറ്റേഷൻസ്.
പുതിയ റെസ്റ്റോറൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അതേപോലെ വേറെ ഗെയിം സോഫ്റ്റ്വെയർസ് ഉണ്ട്, കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. ദീസ് പ്ലേസസ് ആർ ലൈക്ക് ബുക്ക് സ്റ്റോഴ്സ്, മാൾസ് ആൻഡ് മൂവി ഹൗസസ്, പ്ലേസസ് വെയർ യു ഗോ ടു ബൈ സംതിങ്. അതായത് ഈ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സൈബർ സ്പേസിലെ സ്ഥലങ്ങൾ ഈ ബുക്ക് സ്റ്റോറും മാളൊക്കെ പോലെയാണ്. അതേപോലെ മൂവി കാണാൻ പോകുന്ന തിയേറ്റേഴ്സൊക്കെ പോലെയാണ്. അവിടെ ചെന്ന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാം. ദ കസ്റ്റമർ നീഡ്സ് ടു റിക്വസ്റ്റ് എൻ ഐറ്റം ഓർ സൈൻ അപ്പ് ഫോർ എ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഐറ്റം റിക്വസ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യണം, സബ്സ്ക്രിപ്ഷന് വേണ്ടി സൈൻ അപ്പ് ചെയ്യണം. സം ഓഫ് ദീസ് സർവീസസ് ആർ ഫ്രീ. ചിലത് ഫ്രീ സർവീസാണ്. അതേഴ്സ് ചാർജ് ആൻഡ് മേ ബിൽ ദെയർ കസ്റ്റമേഴ്സ് ഡയറക്ട്ലി. ചിലതിന് പൈസ കൊടുക്കണം. ഓക്കെ. തേർഡ്, ദെയർ ആർ റിയൽ കമ്മ്യൂണിറ്റീസ്. തേർഡ് വൺ എന്ന് പറയുന്നത് റിയൽ കമ്മ്യൂണിറ്റീസ് ആണ്. ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹു കമ്മ്യൂണിക്കേറ്റ് എമംഗ് ദംസെൽസ്. അതായത് കുറേ ആളുകളുണ്ടാവും, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷനും ഉണ്ടാവും. ഇൻ റിയൽ എസ്റ്റേറ്റ് ടേംസ് ദേ ആർ ലൈക്ക് ഷോപ്സ് ഓർ റെസ്റ്റോറൻറ്റ്സ് ഓർ പ്ലേ ഗ്രൗണ്ട്സ്. റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ടേമിൽ പറയുകയാണെങ്കിൽ അത് ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, പ്ലേ ഗ്രൗണ്ട്സ് പോലെയാണ്. ഈച്ച് ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എ ജനറൽ കോൺവെർസേഷൻ ജനറലി ത്രൂ പോസ്റ്റഡ് മെസ്സേജസ്. ഓരോ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റും ഒരു ജനറൽ കോൺവെർസേഷൻ നടത്തും. അവർ മെസ്സേജ് പോസ്റ്റ് ചെയ്യുന്നത് വഴിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതർ പാർട്ടിസിപ്പൻറ്റ്സ് മേ സിംപ്ലി ലിസൺ ഓർ വാച്ച്. മറ്റുള്ളവരത് ലിസൺ ചെയ്യും ചിലപ്പോൾ, അല്ലെങ്കിൽ അത് കാണും. Some are supervised by a moderator, others are more like bulletin boards. ചിലത് ഒരു മോഡറേറ്റർ സൂപ്പർവൈസ് ചെയ്യുന്നതായിരിക്കും, ചിലത് ബുള്ളറ്റിൻ ബോർഡ്സ് പോലെയാണ്. എനി വൺ ഈസ് ഫ്രീ ടു പോസ്റ്റ് എനിത്തിങ്. ആർക്കും എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. മെനി ഓഫ് ദീസ് സർവീസസ് സ്റ്റാർട്ടഡ് ഔട്ട് unmoderated but are now imposing rules to keep out unwanted advertising, extraneous discussions, or increasingly rude പാർട്ടിസിപ്പൻസ്. അതായത് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നിയന്ത്രണമൊന്നും ഉണ്ടായില്ല എന്ത് തുടങ്ങുമ്പോഴും. പക്ഷെ ഇപ്പോൾ പുതിയ റൂൾസൊക്കെ വന്നിട്ടുണ്ട്. കാരണം കുറേ അൺവാണ്ടഡ് അഡ്വർടൈസ്മെൻറ്റ്സും ഡിസ്കഷൻസും പിന്നെ ആളുകൾ ഒരു മാനേഴ്സ് ഇല്ലാതെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. അപ്പം ഇവിടെ കൺട്രോളിങ് ചെയ്യാനായിട്ട് ആളില്ല. വിതൗട്ട് എ മോഡറേറ്റർ ദ ഡെസിബൽ ലെവൽ ഓഫൻ ഗെറ്റ്സ് ടു ഹൈ അല്ലേ. ഇവിടെ സൈബർ സ്പേസിലെ ആളുകൾക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരിതുണ്ട്. അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് ആളുകളില്ലാത്തത് ഒരു പ്രോബ്ലം തന്നെയാണ്. വാട്ട് ഈസ് യൂണിക് അബൌട്ട് സൈബർ സ്പേസ് ഇസ് ദാറ്റ് ഇറ്റ് ലിബറേറ്റ്സ് ആസ് ഫ്രം ദ tyranny ഓഫ് പവർ സ്ട്രക്ചേഴ്സ് വെയർ എവ്രി വൺ ലിവ്സ് ബൈ ദ റൂൾ ഓഫ് ദ മെജോറിറ്റി. ഇവിടെ യുണീക്കായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പവർ സ്ട്രക്ചേഴ്സ് എന്നുള്ളൊരു, അതായത് ആവശ്യമില്ലാത്ത കൺട്രോൾ ചെയ്യുന്ന പവർ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. എവ്രി വൺ ലിവ്സ് ബൈ റൂൾ ഓഫ് മെജോറിറ്റി. ഇവിടെ എന്ന് പറഞ്ഞാൽ മെജോറിറ്റിയുടെ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇൻ എ ഡെമോക്രസി മൈനോറിറ്റി ഗ്രൂപ്പ്സ് ആൻഡ് മൈനോറിറ്റി പ്രിഫറൻസസ് ടെൻ ടു ഗെറ്റ് സ്ക്വീസ്ഡ് ഔട്ട് അല്ലേ. ഡെമോക്രസിയിൽ മൈനോറിറ്റിയുടെ പ്രിഫറൻസസ് എല്ലാം എടുത്ത് മാറ്റും. whether there are minorities of race and culture or minorities of individual taste. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി കൾച്ചർ അല്ലെങ്കിൽ മൈനോറിറ്റി റേസ് ആവാം, അല്ലെങ്കിൽ ഇന്ന മൈനോറിറ്റി ഈസ് ഓഫ് ഇൻഡിവിജ്വൽ ടേസ്റ്റ്. ഒരാൾക്ക് മാത്രമേ ഈ ഒരു ടേസ്റ്റ് ഉള്ളൂ, ഈ ഒരു താല്പര്യമുള്ളൂ, അങ്ങനത്തെ ഒക്കെ മാറിയിട്ട് മെജോറിറ്റി ഇൻട്രസ്റ്റുകളാണ് എപ്പോഴും സൈബർ സ്പേസിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. സൈബർ സ്പേസ് അലൗസ് കമ്മ്യൂണിറ്റീസ് ഓഫ് എനി സൈസ് ആൻഡ് കൈൻഡ് ടു ഫ്ലറിഷ് അല്ലേ. ആർക്ക് വേണമെങ്കിൽ എത്ര വലിയ കമ്മ്യൂണിറ്റീസിനും അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇൻ സൈബർ സ്പേസ് കമ്മ്യൂണിറ്റീസ് ആർ ചോസൺ ബൈ യൂസേഴ്സ് അല്ലേ. കമ്മ്യൂണിറ്റീസ് ചൂസ് ചെയ്യുന്നത് യൂസേഴ്സ് ആണ്, നോട്ട് ഫോഴ്സ്ഡ് ഓൺ ദം ബൈ ആക്സിഡൻറ്റ്സ് ഓഫ് ജിയോഗ്രഫി. സൈബർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കേരളത്തിൽ ജനിച്ചുകൊണ്ട് എനിക്കിവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ സൈബർ സ്പേസിൽ കേരളത്തിൽ നിന്ന് ജനിച്ച ആളായിക്കോട്ടെ, USA ആളായിക്കോട്ടെ, എല്ലാവരും ഈക്വലാണ്. അവിടെ ഇന്ന സ്ഥലത്തിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല. ദിസ് ഫ്രീഡം ഗീവ്സ് the rules in cyberspace a moral authority that rules in terrestrial environments don't have. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, സൈബർ സ്പേസിൽ ഉള്ളത് സൈബർ സ്പേസിൽ തന്നെ നിൽക്കുന്ന കുറച്ച് റൂൾസാണ് അല്ലേ. അതല്ലാതെ മറ്റുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പേസിൽ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവിടെ ഫോളോ ചെയ്യുന്ന റൂൾസിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ട് സൈബർ സ്പേസിൻ്റെതായിട്ടുള്ള കുറച്ച് റൂൾസാണ് സൈബർ സ്പേസിൽ നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. മോസ്റ്റ് പീപ്പിൾ are struck in the country of their birth. But if you don't like the rules of a cyberspace community, you can just sign off.
ലവ് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ആളുകൾ അവരുടെ ബർത്ത് കൺട്രിയിൽ, ബർത്ത് പ്ലേസിലെ കാര്യങ്ങൾ കൊണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് അവിടുത്തെ റൂൾസ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സൈൻ ഓഫ് ചെയ്യാം. നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലീവ് ചെയ്ത് പോവാം. വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ ഇൻ സൈബർ സ്പേസ് ഇസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ കമ്മ്യൂണിറ്റീസ് ഫ്രീ ഓഫ് ദ കോൺസ്ട്രെയിൻസ് ദറ്റ് കോസ് കോൺഫ്ലിക്റ്റ് ഓൺ എർത്ത്. അപ്പോൾ സൈബർ സ്പേസിൽ വേറെ എന്താ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂ കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? Instead of global village, we will have invented another world of self-contained communities that cater to their own members' inclinations without interfering with anyone else's. അതായത് വേൾഡിനെ ഒരു ഗ്ലോബൽ വില്ലേജ് ആക്കുന്നതിന് പകരം വേറൊരാളുടെ ഇൻട്രൂഷൻ ഇല്ലാതെ, ഇപ്പോൾ ഓരോ ആളുകളുടെയും ആഗ്രഹങ്ങൾ അവർക്ക് തന്നെ നടത്താൻ പറ്റുന്ന അല്ലേ ഒരു വേൾഡാണ് ഇവിടെ ഉള്ളത്. വേറെ ആളെ ഇൻക്ലൂഡ് ചെയ്യാതെ. ഇവിടെ എന്താ പറയുക, വേൾഡ് ഒരു ഗ്ലോബൽ വില്ലേജാണ്, അങ്ങനെ ഒരു മൈൻഡിൽ നിൽക്കണ്ട. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കവിടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു സ്പേസ് സൈബർ സ്പേസിലുണ്ട്. മറ്റുള്ളവർ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യാതെ ജീവിക്കാം. We will be able to test and evolve rules governing what needs to be governed: intellectual property, content and access control, rules about privacy and free speech. അല്ലേ, നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിലത്തെ ആ ഒരു പ്രൈവസി, അതിലാരൊക്കെ എൻ്റർ ചെയ്യണം അല്ലേ, നമ്മൾക്ക് ഫ്രീഡം ടു സ്പീച്ച്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ എന്താ പറയുക, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇൻ ദ എൻഡ് അവർ സൊസൈറ്റി നീഡ്സ് ടു ഗ്രോ അപ്പ്. അവസാനമായിട്ട് പറയുന്നത്, നമ്മുടെ സൊസൈറ്റി ഗ്രോ അപ്പ് ചെയ്യണം. ഗ്രോയിങ് അപ്പ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദറ്റ് ദർ ആർ നോ പെർഫെക്റ്റ് ആൻസേഴ്സ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നോ ഓൾ പേർപ്പസ് സൊല്യൂഷൻസ്. എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. വി ഹാവ് നോട്ട് ക്രിയേറ്റഡ് എ പെർഫെക്റ്റ് സൊസൈറ്റി ഓൺ എർത്ത്. സൊസൈറ്റി എന്ന് പറഞ്ഞ് നമ്മളിവിടെ എർത്തിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഒരു പെർഫെക്റ്റ് സൊസൈറ്റി ഒന്നും അല്ല. ആൻഡ് വി വോണ്ട് ഹാവ് വൺ ഇൻ സൈബർ സ്പേസ് ഈതർ. അതുകൊണ്ട് തന്നെ സൈബർ സ്പേസിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് സൊസൈറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണ്ട. ബട്ട് അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഹാവ് ഇൻഡിവിജ്വൽ ചോയ്സ്. പക്ഷേ ഇവിടെ സൈബർ സ്പേസിൽ ഇൻഡിവിജ്വൽ ചോയ്സ് ഉണ്ട്. അതേപോലെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെ എടുക്കാം. നമ്മൾ തന്നെ റെസ്പോൺസിബിളായിട്ട് നിന്ന് തീരുമാനങ്ങൾ എടുക്കാവുന്ന അങ്ങനെയൊരു സ്പേസ് നമ്മളുടെ സൈബർ സ്പേസിൽ ഉണ്ട്. ഇതാണ് ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു.